ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ പല ദിവസവും പ്ലാനിങ് ചെയ്യുന്നുണ്ടല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നത്തെ ദിവസം എൻ്റെ ദിവസമാക്കി ഞാൻ മാറ്റും, ഇന്ന് ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും. ഭയങ്കരമായ പ്ലാനിങ്ങുകളായിരിക്കും അല്ലേ. പക്ഷെ അതൊന്നും തന്നെ നടക്കാറില്ല, അതൊന്നും നടത്താറില്ല നമ്മൾ. എന്തുകൊണ്ടാണ്? ഇപ്പൊ എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട്, നമ്മളൊരു തീരുമാനം എടുക്കുക, ആ തീരുമാനം എടുത്തിട്ട് നമ്മൾ അതുപോലെ ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങെങ്ങൊക്കെയോ എത്തുമെന്ന് ആണല്ലോ. പക്ഷെ ഞാൻ അതല്ല പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അതൊന്നും നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നില്ല. ബിക്കോസ് എന്തുകൊണ്ടാണെന്നറിയോ? അത് ഇതുവരെ നമ്മൾ ചെയ്യാത്ത പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അപ്പൊ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ എപ്പോഴും മനസ്സിൽ തീരുമാനം എടുക്കുന്നതിന് പകരം ബ്രെയിന് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഉണ്ടല്ലോ, മനസ്സ് പല തരത്തിൽ കളികൾ കളിക്കും, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, ഇപ്പോൾ നമ്മൾ നമുക്കൊരു ആഗ്രഹമുണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെന്നും, അതുപോലെ നമുക്ക് രാവിലെ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ പ്രെയറൊക്കെ ചെയ്ത് നല്ല രാവിലെ തന്നെ കുളിച്ച് മിടുക്കരാവണം എന്നൊക്കെ നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ കഴിയുന്നില്ല. കാരണം എന്താ? രാവിലെ എഴുന്നേൽക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഉറങ്ങാം, എന്നിട്ട് എഴുന്നേൽക്കാം എന്നൊരു ചിന്ത വരും. ആ 5 മിനിറ്റ് പോയിട്ട് അത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മൾ എഴുന്നേൽക്കുന്നത്. അന്നത്തെ ദിവസം മൊത്തം ഫ്ലോപ്പായി. നമുക്ക് എല്ലാ പ്ലാനിങ്ങുകളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടടക്കം നമ്മളത് ഫ്ലോപ്പാക്കി കളയും. കാരണം അതാണ് സഹജമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻസുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്ന കാര്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, നമ്മൾ അലാറമൊക്കെ വെച്ചു. അലാറം വെച്ചിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ആ അലാറം കേട്ട് നമ്മൾ അലാറം ഓഫ് ചെയ്തിട്ട് സമയം ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഞാൻ എഴുന്നേൽക്കാൻ ഉദ്ദേശിച്ചത് 4 മണിക്കാണ്, സോ ഇപ്പൊ സമയം 3:55 ആയിട്ടുള്ളൂ, എന്നാൽ ഞാൻ കുറച്ചുകൂടി ഒന്ന് കിടക്കട്ടെ, അതിനുശേഷം കൃത്യം 4 മണിക്ക് തുടങ്ങാം. ഇതാണ് എല്ലാവരും സ്വാഭാവികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആണ്. അത് കാരണം കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ 5 മിനിറ്റ് പോയിട്ട് അവിടെ എന്തായി മാറുകയാണ്? 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മൾ ഉണരുന്നത് അല്ലേ. അതോട് കൂടിയിട്ട് നമുക്ക് അന്നത്തെ കംപ്ലീറ്റ് നമ്മുടെ പ്ലാനിങ് മൊത്തം എന്തായി? ഫ്ലോപ്പായി. ഇതാണ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും നടക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് അത് പെട്ടെന്ന് തന്നെ ആ ചേഞ്ചസിലേക്ക് വരണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യും, എന്നിട്ട് അത് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ നിങ്ങൾ അലാറൊക്കെ വെച്ച് എഴുന്നേൽക്കുന്ന ആ സമയം സ്പോട്ട് ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അലാറം അടിച്ചാൽ അത് ഓഫ് ചെയ്യുക. അതേ സമയം തന്നെ എഴുന്നേറ്റ് ബെഡിലിരിക്കുക. അതിനുശേഷം നമ്മൾ കൈയും കാലുകളൊക്കെ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അല്ലാതെ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്ന സമയത്താണ് റിലാക്സ് ആയി കിടക്കുന്ന ബോഡി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താകും? പല ശരീരഭാഗങ്ങൾ ഉളുക്കാനും ഒടിയാനും അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും ചെയ്യരുത്. അല്ലാതെ നിങ്ങൾ എഴുന്നേൽക്കുക, എന്നിട്ട് ഇങ്ങനെ കുറച്ച് സ്ട്രെച്ചസ് ഒക്കെ ചെയ്ത ശേഷം നിങ്ങൾ വേഗം ഇങ്ങോട്ട് പോവുക, ടോയ്ലറ്റിലേക്ക് പോവുക. മാത്രമല്ല, കാരണം എന്തിനാണ് നമ്മൾ വേഗം ടോയ്ലറ്റിലേക്ക് പോകുന്നതെന്ന് അറിയോ? അതായത് നമ്മുടെ ശരീരം മൊത്തം റിലാക്സ് ആയി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം മൊത്തം മയക്കത്തിലാണ് അല്ലേ. അത് വിട്ടുവരാത്തത് കൊണ്ടാണ് നമുക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ മടി തോന്നുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ കുഞ്ഞുമക്കളെയൊക്കെ എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ കുഞ്ഞു മക്കളല്ല, കുറച്ച് സ്കൂളിലൊക്കെ പോകുന്ന മക്കളെ നേരത്തെ എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? കാലിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. കാലിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സ്പോട്ട് ഔട്ട് എഴുന്നേൽക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വേഗം വന്ന് ടോയ്ലറ്റിൽ വന്ന് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് വൃത്തിയിലങ്ങോട്ട് കഴുകുക. അത് തന്നെ മതി. നമ്മുടെ ഉറക്കമൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി നമ്മൾ ടോട്ടലി റിലാക്സ്ഡ് ആയിക്കഴിഞ്ഞു. മാത്രമല്ല, ഒരു 5 മിനിറ്റ് നേരം കുറച്ച് ഈ ഓയിൽ, അതായത് വെളിച്ചെണ്ണ എടുത്തൊരു വായിൽ ഗാർഗിൾ ചെയ്യുക കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നേരം. അതോട് കൂടിയിട്ട് ഉള്ളും നമ്മളുടെ ഉണർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടലി നമ്മളൊരു റിലാക്സ്ഡ് ആയി കഴിഞ്ഞു. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ആദ്യം ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ പോയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്നത്. ദെൻ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും മെഡിറ്റേഷനാണ്. ഉറങ്ങി എഴുന്നേറ്റ് വന്ന് മുഖം കൈകാലം കഴുകിയ ശേഷം നിങ്ങൾ